അയൺമാനും ക്യാപ്റ്റൻ അമേരിക്കയും ടെർജന്റ് മിസ്റ്റ് വീണ് ഇൻഹ്യൂമൻസ് ആയവരെ പറ്റി അന്വേഷിക്കുന്നു. ഈ സമയത്ത് ഒരു അൾട്രോൺ റോബോട്ട് ആ സിറ്റിയിൽ എത്തിയിട്ട് അവിടെയുള്ളതെല്ലാം നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് തന്നെ ഇൻഫെർണോ അവിടേക്ക് എത്തിയിട്ട് അൾട്രോൺ റോബോട്ടിനെ ആക്രമിക്കുന്നുണ്ടെങ്കിലും അൾട്രോൺ റോബോട്ടിന് ഒന്നും സംഭവിക്കുന്നില്ല. ക്യാപ്റ്റൻ അമേരിക്കയും അയൺമാനും അവിടേക്ക് വന്നിട്ട് അൾട്രോൺ റോബോട്ടിനോട് പോരാടാൻ ഇൻഫെർണോയെ സഹായിക്കുന്നു. അവർ എത്ര ആക്രമിച്ചിട്ടും അൾട്രോൺ റോബോട്ടിന് ഒന്നും സംഭവിക്കുന്നില്ല. അൾട്രോൺ റോബോട്ട് അവർ അടിച്ച അതേ നാണയത്തിൽ തന്നെ അവരെ തിരിച്ചടിക്കുന്നു. പെട്ടെന്ന് തന്നെ ഇൻഫെർണോയുടെ ഫ്രണ്ടായ കമല ഖാൻ അഥവാ മിസ് മാർവല് അവിടേക്ക് വന്നിട്ട് ആ അൾട്രോൺ റോബോട്ടിനെ തറ പറ്റിക്കുന്നു. പിന്നീട് അവർ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്ത് അൾട്രോൺ റോബോട്ടിനെ ഡിഫീറ്റ് ചെയ്യുന്നു. ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് പുതിയ പിള്ളേരെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്യാപ്റ്റൻ അമേരിക്ക അവരെ അവഞ്ചേഴ്സ് ടവറിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്തുകയാണ്. ഇതേ സമയത്ത് ടെർജന്റ് മിസ്റ്റ് വീണ് സൂപ്പർ പവർ ലഭിച്ച അയൺമാന്റെ വില്ലനായ ഗോസ്റ്റ് അവഞ്ചേഴ്സ് ടവറിനെ ഇൻവേഡ് ചെയ്ത് ഫാൽക്കണെയും ഹോക്കൈയെയും ക്യാപ്ചർ ചെയ്യുന്നു. എന്നിട്ട് അയൺമാന്റെയും ക്യാപ്റ്റൻ അമേരിക്കയുടെയും ഇൻഫെർണോയുടെയും മിസ് മാർവലിന്റെയും മുന്നിലേക്ക് ഗോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ഗോസ്റ്റ് അവരെ ആക്രമിക്കുന്നു. എന്നിട്ട് അയൺമാന്റെ സ്യൂട്ടിന്റെ പ്രവർത്തനം ഇല്ലാതാക്കുന്നു. ക്യാപ്റ്റൻ അമേരിക്ക തന്റെ വൈബ്രേനിയം ഷീൽഡ് ഗോസ്റ്റിന് നേരെ വലിച്ചെറിയുന്നുണ്ടെങ്കിലും ഗോസ്റ്റ് തന്റെ പവർ ഉപയോഗിച്ച് ആ വൈബ്രേനിയം ഷീൽഡിനെ മറ്റെവിടേക്കോ അയക്കുന്നു. ടോണി സ്റ്റാർക്കിന് അയൺമാൻ സ്യൂട്ടുമില്ല, ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് തന്റെ വൈബ്രേനിയം ഷീൽഡുമില്ല. ഈ സമയത്ത് ഇൻഫെർണോ ഗോസ്റ്റിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് മിസ് മാർവല് ടോണി സ്റ്റാർക്കിനെയും ക്യാപ്റ്റൻ അമേരിക്കയും അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നു. അവഞ്ചേഴ്സിന് മറ്റാരെയും കോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഗോസ്റ്റിന്റെ കൺട്രോളിലാണ് ഇപ്പോൾ അവഞ്ചേഴ്സ് ടവർ. ഗോസ്റ്റ് അവഞ്ചേഴ്സിന്റെ ജെറ്റ് ഹൈജാക്ക് ചെയ്തിട്ട് അവഞ്ചേഴ്സ് ടവറിലേക്ക് കൊണ്ടിടിപ്പിക്കുന്നു. എന്തായാലും മിസ് മാർവൽ ഉള്ളതുകൊണ്ട് ടോണി സ്റ്റാർക്കിനും ക്യാപ്റ്റൻ അമേരിക്കയ്ക്കും ഒന്നും സംഭവിച്ചില്ല. അവർ മറ്റൊരു റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫാൽക്കണെയും ഹോക്കൈയെയും ഗോസ്റ്റ് ക്യാപ്ചർ ചെയ്തു വെച്ചേക്കുന്നതായിട്ട് കാണുന്നു. ഗോസ്റ്റ് അവഞ്ചേഴ്സ് ടവർ ആക്രമിച്ചത് അയൺമാന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയ ഫ്രൈഡേയെ അടിച്ചു മാറ്റാനാണ്. എന്തായാലും ഫ്രൈഡേയെ ഗോസ്റ്റ് സ്വന്തമാക്കി. എന്നിട്ട് ഗോസ്റ്റ് തന്റെ പവർ ഉപയോഗിച്ച് അവഞ്ചേഴ്സ് ടവർ പൂർണ്ണമായിട്ടും ഭൂമിക്കടിയിലേക്കാക്കാൻ ശ്രമിക്കുന്നു. അത് കണ്ട മിസ് മാർവല് ഗോസ്റ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ ഗോസ്റ്റ് അവിടെ നിന്നും എസ്കേപ്പ് ആകുന്നു. അവഞ്ചേഴ്സ് ടവർ ഭൂമിക്കടിയിലേക്ക് പൊക്കോണ്ടിരിക്കുവാണ്. ഈ സമയത്ത് ടോണി സ്റ്റാർക്കിന് ഒരു ഐഡിയ തോന്നി. മിസ് മാർവല് ടോണി സ്റ്റാർക്കിനെയും എടുത്തുകൊണ്ട് അവഞ്ചേഴ്സ് ടവറിലെ ഒരു റൂമിലേക്ക് പോകുന്നു. ഇതേ സമയത്ത് ഇൻഫെർണോ തന്റെ മുഴുവൻ ശക്തിയും എടുത്ത് ഒരു റോക്കറ്റ് ലോഞ്ചർ പോലെ അവഞ്ചേഴ്സ് ടവറിനെ പൊക്കുന്നു. മിസ് മാർവലിന്റെ സഹായത്തോടെ ടോണി സ്റ്റാർക്ക് തന്റെ ഫേസ് പ്രൊജക്ടറിൽ എക്സ്പെരിമെന്റുകൾ ചെയ്യുന്നു. എന്നിട്ട് ടോണി സ്റ്റാർക്ക് അവിടെയുള്ള ഒരു മെഷീനിൽ തന്റെ ഫേസ് പ്രൊജക്ടർ ഷൂട്ട് ചെയ്ത് ആ മെഷീൻ പവറപ്പ് ചെയ്ത് അവഞ്ചേഴ്സ് ടവറിനെ തന്റെ കൺട്രോളിലാക്കുകയും അതേസമയം ഗോസ്റ്റിന്റെ പവർ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഗോസ്റ്റിന് ഇനി രക്ഷയില്ല. ഗോസ്റ്റിനെ അവഞ്ചേഴ്സ് വളയുന്നു. പെട്ടെന്ന് തന്നെ ഗോസ്റ്റ് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് അവഞ്ചേഴ്സ് ടവറിന്റെ ബേസ്മെന്റിലേക്ക് പോകുന്നു. ഗോസ്റ്റ് അവിടെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയൺമാൻ ഷൂട്ട് ചെയ്ത് ഗോസ്റ്റിനെ തറ പറ്റിക്കുന്നു. എന്നിട്ട് മിസ് മാർവൽ ഗോസ്റ്റിനെ എടുത്തിട്ട് അലക്കുന്നതോടെ ഗോസ്റ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അങ്ങനെ ഫ്രൈഡേയെ അവഞ്ചേഴ്സിന് തിരികെ കിട്ടി. ഇൻഫെർണോയും മിസ് മാർവലും ഒഫീഷ്യലി അവഞ്ചേഴ്സിലെ മെമ്പേഴ്സ് ആയിട്ടില്ല. ഒരു പക്ഷെ ഭാവിയിൽ അവർ അവഞ്ചേഴ്സിലെ മെമ്പേഴ്സ് ആകുമായിരിക്കാം. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.